ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. നിങ്ങൾ VFAയുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. നമുക്ക് VFAയുടെ എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും പോർഷൻസ് നമുക്കൊന്ന് കവർ ചെയ്ത് പോകാം. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്? സ്ഥിതികോർജം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരു പ്രോബ്ലമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 kg, ഇവിടെ 0.2 kg മാസുള്ള ഒരു ബോളിൻ്റെ സ്ഥിതികോർജം എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി സ്ഥിതികോർജം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗണിത സമവാക്യം അല്ലെങ്കിൽ സൂത്രവാക്യം എന്ന് പറയുന്നത് mgh ആണ്. അതിൻ്റെ അകത്ത് എം എന്ന് പറയുന്നത് അവിടെ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന വസ്തുവിൻ്റെ മാസാണ്. ആ മാസ് നമ്മൾ എടുക്കുമ്പം ക്വസ്റ്റ്യൻ്റെ അകത്ത് ഗ്രാമിലാണോ കിലോഗ്രാമിലാണോ തന്നിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമ്മൾ നോക്കണം. ഗ്രാമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ കിലോഗ്രാം ആക്കിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. അപ്പം ഇവിടെ 0.2 കിലോഗ്രാം ആണ്, നമുക്ക് പ്രശ്നമില്ല. 0.2 കിലോഗ്രാം, 200 ഗ്രാം എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം 0.2 ആണ്. ഇനി ജി എന്ന് പറയുന്നത് ഭൂഗുരുത്വാകർഷണ ത്വരണമാണ്. അത് 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. സാധാരണഗതിയിൽ നമ്മൾ ആൻസർ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മൂല്യമായിട്ട് കണക്കാക്കുന്നതെങ്കിലും ചില സന്ദർഭങ്ങളിൽ അത് 10 ആയിട്ട് തരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ കേസിൽ എന്താണ്? ഇവിടെ അത് 10 മീറ്റർ/സെക്കൻഡ് എന്ന് ചോദ്യകർത്താവ് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്നത് എത്രയാണ്? 10 ആണ് വരുന്നത്. 9.8 എടുക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് എന്താണ് 9.8 എടുക്കുക? 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 എടുത്തുകൊണ്ട് തന്നെ ചെയ്യുക. ഇനി മറ്റൊരു കാര്യം എന്താണ്? എച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉയരമാണ്. എത്രയാണ് ഉയരം? 1 മീറ്റർ ആണ്. അപ്പം മീറ്ററിലാണോ സെൻറ്റിമീറ്ററിലാണോ ഉയരം തന്നിരിക്കുന്നത് നോക്കുക. സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ മീറ്റർ ആക്കണം. അപ്പോൾ ഇവിടെ മീറ്റർ ആണ്. അപ്പോൾ എത്ര വരും? ഇൻറ്റു 1 mgh. 0.2 × 10 2 2 × 1 2. അപ്പോൾ ഇവിടെ ആൻസർ വരിക 2 ജൂളാണ് ആൻസർ വരിക. 2 ജൂളാണ് ആൻസർ വരിക. അപ്പോൾ നമ്മൾ ഇപ്പം കണ്ട ഇക്വേഷൻ എന്താണ്? സ്ഥിതികോർജം = മാസ് ഇൻറ്റു ഭൂഗുരുത്വ ത്വരണം ഇൻറ്റു ഉയരം. ഇത് വെച്ചിട്ടാണ് ചെയ്തത്. ഇനി ചില സന്ദർഭങ്ങളിൽ അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നു? ഇവിടെ തന്നിരിക്കുന്നത് ഉയരം തന്നു, മാസ് തന്നു, ഗ്രാവിറ്റി തന്നു. ഇതെല്ലാം ക്വസ്റ്റ്യനിൽ ഡാറ്റയായിട്ട് തന്നിട്ടാണ് ഇവിടെ നമ്മളോട് എന്ത് ചോദിച്ചത്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്ഥിതികോർജം ചോദിച്ചിരിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും? ചില സന്ദർഭങ്ങളിൽ സ്ഥിതികോർജം ചോദിക്കുമ്പം ഉയരം തരില്ല, അതുപോലെ തന്നെ മാസ് തരില്ല, ഗ്രാവിറ്റി തരത്തില്ല, പ്രവേഗം തരും. പ്രവേഗം തരുമ്പം എടുത്ത് പറയും ഉയരത്തിലിരിക്കുന്ന ഒരു വസ്തു താഴേക്ക് വീഴുന്ന സമയത്ത് ഇത്ര പ്രവേഗം എന്ന് പറയും. ഉയരത്തിലിരിക്കുന്ന ഒരു വസ്തു താഴേക്ക് വീഴുന്ന സമയത്ത് അതിൻ്റെ പ്രവേഗം ഇത്ര എന്ന് ഒരു നമ്പർ തരും. അപ്പം നമ്മൾ ആ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറുകയാണ്? കൈനറ്റിക് എനർജി ആയിട്ട് മാറുകയാണ്. പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറുകയാണ്. അതായത് പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ് അവിടുത്തെ കൈനറ്റിക് എനർജി. അതായത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ ഊർജം, ആകെ ഊർജം എന്ന് പറയുന്നത് ഒരു സ്ഥിര സംഖ്യയായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഊർജ സംരക്ഷണ നിയമം എന്ന ഭാഗത്ത് നിന്നായിരിക്കും ആ ചോദ്യം വരുന്നത്. അവിടെ നമുക്ക് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി = കൈനറ്റിക് എനർജി = ½ mv² ചെയ്താലും നമുക്കത് കിട്ടുന്നതാണ്. ഇതുപോലത്തെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പൊട്ടൻഷ്യൽ എനർജി നമുക്കവിടെ ½ mv². നമ്മൾ സാധാരണഗതിയിൽ ഗതികോർജത്തിൻ്റെ ഇക്വേഷനാണ് ½ mv² എന്ന് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്താലും നമുക്കവിടെ ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ്. ഓക്കെ, ഇനി ഇതുപോലത്തെ ഒരു ചോദ്യം ഇപ്പം നടന്ന ഫിസിക്കൽ സയൻസിൻ്റെ ഒരു കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം കേട്ടറ്റ് പരീക്ഷയ്ക്കും
ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവരൊക്കെ തന്നെയാണ് PSC പരീക്ഷയ്ക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. തിരുവനന്തപുരത്തും പരിസര പ്രദേശത്തും ഉള്ളവരാണ്. അപ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരാശയം നമ്മുടെ പാഠപുസ്തകത്തിലും ഉണ്ട്, അങ്ങനെ നമുക്ക് ചോദിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കാം. ഈ ടോപ്പിക്ക് വരുന്നത് താപം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് ഈ ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ താപം അല്ലെങ്കിൽ താപനില വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഭാഗമുണ്ട്. മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, സൂര്യതാപം അല്ലെങ്കിൽ വെറും താപത്തിൻ്റെ കൈമാറ്റ രീതികൾ, ആ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യമാണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വികിരണം, സംവഹനം, ചാലനം, ഈ 3 രീതിയിലാണ് പ്രധാനമായിട്ടും നമുക്ക് താപ കൈമാറ്റം നടക്കുന്നത്. ഈ പറയപ്പെടുന്ന 3 രീതിയിലാണ് പ്രധാനമായും താപം കൈമാറുന്നത്. അപ്പം ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്നത് രീതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുമ്പം അവിടെ ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ വൈദ്യുതകാന്തിക തരംഗങ്ങൾക്കിടയിലൂടെയാണ് അവിടെ എന്ത് വരുന്നത്, താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. മാധ്യമം ആവശ്യമില്ലെങ്കിലും അവിടെ വൈദ്യുതകാന്തിക തരംഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവയുടെ ഇടയിലൂടെയാണ് അവിടുത്തെ താപ കൈമാറ്റം നടക്കുന്നത്. അപ്പം അങ്ങനെ വരുന്നത് എന്താണ്, വികിരണം എന്ന് നമ്മൾ പറയും. ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനെന്ത് പറയും, റേഡിയേഷൻ എന്ന് പറയും. അപ്പം സൂര്യതാപം ഭൂമിയിലെത്തുന്ന രീതിയാണ് റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം. അപ്പം നമുക്ക് ജസ്റ്റ് എന്താണ് ഈ 3 എണ്ണത്തിൻ്റെയും ഒരു ഷോർട്ട് പോയിന്റ്സ്, അത്യാവശ്യം വേണ്ട വാലിഡ് പോയിന്റ്സ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പം ഒന്നാമത്തത് വികിരണം തന്നെയാണ്. ഭൗതിക മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന വികിരണം എന്ന് പറയുന്നത്. സൗരോർജം ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, സൗരോർജം ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ്. ശൂന്യാകാശത്തിലൂടെ താപതരംഗങ്ങൾ സഞ്ചരിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഈ റേഡിയേഷനിൽ, വികിരണത്തിൽ എന്താണ്, ഹ്രസ്വതരംഗങ്ങളായാണ് സൂര്യതാപം എത്തുന്നത്. ഹ്രസ്വതരംഗം എന്ന് പറഞ്ഞാൽ ഷോർട്ട് വേവ് റേഡിയേഷനാണ്. ഷോർട്ട് വേവ് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഷോർട്ട് വേവ് ലെന്തിലാണ് വരുന്നത്. ഷോർട്ട് വേവ് ലെന്തിൽ വരുമ്പോൾ അതിൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഊർജ്ജം കൂടുതലായിരിക്കും. ഷോർട്ട് വേവ് ലെന്ത്, ഹൈ ഫ്രീക്വൻസി. അപ്പോൾ അതാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വരുമ്പോൾ നമുക്ക് ചാലനമാണ് നോക്കാനുള്ളത്. ചാലനം, തന്മാത്രകളുടെ സ്ഥാനം മാറാതെ. ഇവിടെ നോക്കുക, തന്മാത്രയുടെ സ്ഥാനം മാറുന്നില്ല. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്ന താപ കൈമാറ്റമാണ് ചാലനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ തിളച്ച് പൊന്തുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഒരു ലോഹത്തിൻ്റെ തവിയോ സ്പൂണോ കയ്യിലോ കൊണ്ടിട്ട് ഇളക്കും. ഈ ഇളക്കുന്ന സമയത്ത് ഈ സ്പൂണിലേക്ക് നമുക്കൊരു ഹീറ്റ്, ഒരു താപം ഫീൽ ചെയ്യും, അല്ലേ? ഇങ്ങനെ സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സമ്പർക്കത്തിലൂടെ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട് അവിടെ. എന്താണ്, തന്മാത്രയ്ക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല. തന്മാത്രയുടെ സ്ഥാനമാറ്റമില്ലാതെ സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഈ പറയുന്ന ചാലനം എന്ന് പറയുന്നത്. ഇനി ഭൂപ്രതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷ പാളികൾ ചൂടാകുന്നത് ചാലനം വഴിയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമിയിൽ സൂര്യൻ വന്ന് വീഴും, അല്ലെ? സൂര്യതാപം വന്ന് വീഴുമ്പോൾ എന്താണ്, ആ ഭൂമിയുടെ ഉപരിതലത്തോട് എന്തുണ്ട്, വായുപാളികൾ അല്ലെങ്കിൽ വായുവ് ഉണ്ട്. ആ വായുവ് ചൂടാകുന്നതിന് കാരണം എന്താണ്, ചാലനമാണ് എന്ന് പറയുന്നത്. ഇനി ഇതിന് മറ്റൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം, ഇപ്പം കാർ ഒരു നട്ടുച്ചയ്ക്ക് നമ്മൾ വെയിലത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ കാറിൻ്റെ മുകളിൽ, ജസ്റ്റ് മുകളിൽ എന്താണ്,
വായു അനങ്ങുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ? വായു അനങ്ങുന്ന പോലെ ചൂടായിട്ടുള്ളത് പൊങ്ങിപ്പോകുന്നതാണ്. അവിടെ എന്താണ്? അവിടെയും മെറ്റലുമായിട്ട് എന്താണ്, വായുവിൻ്റെ ഉപരിതലം പരസ്പരം സമ്പർക്കത്തിലാണ്. ചൂടാകുന്നതിന് കാരണം അവിടെ ഈ പറയുന്ന ഇതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അവിടെ എന്താണ്, അവിടെ എന്തുണ്ട്? തന്മാത്രകളുടെ സ്ഥാനം മാറിയിട്ടില്ലെങ്കിലാണ് ചാലനം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സ്ഥാനം മാറിയാൽ നമുക്ക് വേറൊരു പേര് പഠിക്കാനുണ്ട്. അപ്പം ഇതാണ് പോയിന്റ്. ഭൂപ്രതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷ പാളികൾ ചൂടാകുന്നത് ഏത് വഴിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം വരുന്നത് ചാലനമാണ്. ഇനി അടുത്തത് സംവഹനം. ദ്രാവകങ്ങളിലോ വാതകങ്ങളിലോ ഉണ്ടാകുന്ന താപത്തിൻ്റെ ലംബമായ സഞ്ചാരമാണ്. ഇപ്പം നമ്മൾ ചായ തിളപ്പിക്കുന്ന സമയത്ത്, ഇപ്പം നമ്മൾ പറഞ്ഞ കാറിൻ്റെയും ഉദാഹരണം നമുക്ക് എടുക്കാം. ചായ തിളപ്പിക്കുന്ന സമയത്ത് എന്താണ്? ചായ തിളപ്പിക്കുന്ന സമയത്ത് ചൂട് വരുന്നത് അനുസരിച്ച് എന്ത് ചെയ്യും? അക്കുമിളകളായിട്ട് മുകളിലേക്ക് പൊന്തി വരും. അവിടെ എന്താണ്? തന്മാത്രയുടെ ചലനം അല്ലെങ്കിൽ തന്മാത്രയുടെ സ്ഥാനത്തിന് മാറ്റം വരുന്നുണ്ട്. അങ്ങനെ തന്മാത്രയുടെ സ്ഥാനമാറ്റം മൂലം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സംവഹനം എന്ന് പറയുന്നത്. നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ചൂടായ വായു വികസിച്ച് മുകളിലേക്ക് ഉയരുകയും തണുത്ത വായു താഴുകയും ചെയ്തു. ഇത് രണ്ട് സാധനമാണ്. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കിടക്കുന്ന വായുപാളികൾ ചൂടാകുന്നത് ചാലനം വഴിയും, ഈ ചൂടായത് മുകളിലേക്കും താഴേക്കും ഒക്കെ പോവുകയാണെങ്കിൽ അത് എന്താണ്? സംവഹനമാണ്. ചൂടായ വായു വികസിച്ച് മുകളിലേക്ക് ഉയരുകയും തണുത്ത വായു താഴേക്ക് വരികയും ചെയ്യുന്നത് സംവഹനമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ആണെങ്കിൽ പ്രതിപതന കോൺ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രതിപതന നിയമം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പ്രതിപതന നിയമത്തിൻ്റെ അകത്ത് പ്രതിപതന നിയമത്തിൻ്റെ അകത്ത് പറയുന്ന പോയിന്റ് ആണ് എന്ത്? പതനകോൺ ഈസ് ഈക്വൽ ടു എന്താണ്? പ്രതിപതന കോൺ പതനകോൺ ഈസ് ഈക്വൽ ടു പ്രതിപതന കോൺ എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ കേസിൽ എന്താണ്? പതനകോൺ 60 ആണെങ്കിൽ പ്രതിപതന കോൺ എന്താണ്? അതും 60 ആണ് ആൻസർ വരിക. പതനകോണിന് തുല്യമാണ് പ്രതിപതന കോൺ. ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. പതനകോണും പ്രതിപതന കോണും തുല്യമാണ്. അപ്പം പതനകോൺ പകുതിയാക്കി കഴിഞ്ഞാൽ പ്രതിപതന കോണും എന്താണ്? പകുതിയായിട്ട് കുറയും. പതനകോൺ ഇരട്ടിയാക്കി കഴിഞ്ഞാൽ പ്രതിപതന കോണും എന്താവും? ഇരട്ടിയാകും. ഈ ഐഡിയ കൂടി നമുക്ക് അവിടെ നിന്ന് വേണം. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പം, ഒരു വസ്തുവിൽ ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാർജാണ്. ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളംബാണ് ചാർജിൻ്റെ യൂണിറ്റ്. കൂളംബാണ് ചാർജിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇവിടെ നോക്കുക, ചാർജിൻ്റെ യൂണിറ്റ് കൂളംബാണ്. ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇലക്ട്രോസ്കോപ്പാണ്. ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇലക്ട്രോസ്കോപ്പാണ്. ഇനി ഗാൽവനോമീറ്റർ എന്താണ്? കറണ്ടിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗാൽവനോമീറ്റർ. ഇനി അമ്മീറ്റർ എന്താണ്? കറണ്ടിൻ്റെ തീവ്രത അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആര്? അമ്മീറ്റർ. ഇനി അമ്മീറ്റർ ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണ് ഘടിപ്പിക്കുന്നത്? അമ്മീറ്റർ ഒരു സർക്യൂട്ടിൽ ശ്രേണി രീതിയിലാണ് ഘടിപ്പിക്കുന്നത്. അമ്മീറ്റർ ഘടിപ്പിക്കുന്നത്. ഇനി വോൾട്ട് മീറ്ററോ? വോൾട്ട് മീറ്റർ എങ്ങനെയാണ്? വോൾട്ടേജ് അല്ലെങ്കിൽ എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം. വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. വോൾട്ട് മീറ്റർ എങ്ങനെയാണ്? സമാന്തരമായിട്ടാണ് എന്ത് ഘടിപ്പിക്കുന്നത്? നമ്മുടെ വോൾട്ട് മീറ്റർ ഘടിപ്പിക്കുന്നത്. അപ്പം 4 ഉപകരണങ്ങളാണ്. അതിൻ്റെ അകത്ത് ഗാൽവനോമീറ്ററും അമ്മീറ്ററും തമ്മിൽ തിരിഞ്ഞു പോകരുത്. അമ്മീറ്റർ കറണ്ടിൻ്റെ തീവ്രത അളക്കാനും ഗാൽവനോമീറ്റർ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും നോക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗ ദൈർഘ്യം കൂടിയ
ഏത് നിറത്തിലാണ്? തരംഗദൈർഘ്യം കൂടിയത് ആർക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വിബ്ജിയോർ നോക്കുക. വിബ്ജിയോറിൻ്റെ അകത്ത് ഇങ്ങോട്ട് പോകുന്തോറും എന്താണ്? വേവ് ലെന്ത് കൂടും. വേവ് ലെന്ത് അങ്ങോട്ട് പോകുന്തോറും കൂടും, ഇങ്ങോട്ട് വരുംതോറും വേവ് ലെന്ത് കുറവായിരിക്കും. ഇനി ഇങ്ങോട്ട് പോകുന്തോറും എന്താണ്? ഫ്രീക്വൻസി കുറയുകയും ഇങ്ങോട്ട് പോകുന്തോറും ഫ്രീക്വൻസി കൂടുകയും ചെയ്യും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നോക്കുക, ഇവിടെ വേവ് ലെന്ത് കൂടിയത് ആർക്കാണെന്നാണ് ചോദ്യം. റെഡ് ഇതിൻ്റെ അകത്തില്ല. 4 ഓപ്ഷനിൽ റെഡ് ഇല്ല. പിന്നെ എന്താണ്? ഓറഞ്ച് ആണുള്ളത്. അപ്പം ആൻസർ എന്താണ്? ഓറഞ്ച് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഇവിടുത്തെ ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ വരിക. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം, ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ബലം ഈസ് ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ബലം എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഭൂമി പ്രയോഗിക്കുന്ന ബലമാകുമ്പം എന്താണ്? W വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഭൂഗുരുത്വാകർഷണ ത്വരണമാണ്. അപ്പം എന്താണ്? ഭാരമാണ്. ഓപ്ഷൻ സി, ഭാരമാണ് നമുക്ക് ആൻസർ വരുന്നത്. ഭാരമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഭൂമിയുടെ ഉപരിതലമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും എന്താണ്? ഭൂഗുരുത്വാകർഷണം കുറയും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും ഭൂഗുരുത്വാകർഷണം കുറയും. അപ്പൊ എന്താണ്? ഭാരം W is equal to mg, ഭാരവും കുറയും. അപ്പം ഒരു വസ്തു ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ വസ്തുവിൻ്റെ ഭാരം കുറയും. കാരണം എന്താണ്? മാസ്, അവിടെ ശ്രദ്ധിച്ചോണം, മാസിന് വ്യത്യാസമില്ല. മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും. മാസിൽ വ്യത്യാസമില്ല, മറിച്ച് എന്താണ്? ഭൂഗുരുത്വാകർഷണം കുറയുമ്പം ഭാരം അവിടെ കുറയുക തന്നെ ചെയ്യും. ആൻഡ് ഇനി നമ്മൾ ഇങ്ങോട്ട് വാ. ഇവിടെ ഭൂമിയുടെ ഉപരിതലത്തിലാണ് ഭൂഗുരുത്വാകർഷണത്തിന്റെ പരമാവധി വില എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിലാണ് പരമാവധി വില എന്ന് പറയുന്നത്. പരമാവധി മൂല്യം അത് വരുന്നത് എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വരുന്നത്. ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ നമ്മൾ താഴേക്ക് പോകും തോറും, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഭൂമിയുടെ കേന്ദ്രമെത്തി. അപ്പൊ ഭൂമിയുടെ കേന്ദ്രത്തിൽ, സെന്ററിൽ എന്ത് പറ്റും? ഇവിടെയും താഴോട്ട് പോകും തോറും എന്താണ്? ജിയുടെ വാല്യൂ കുറയും. ഭൂഗുരുത്വാകർഷണത്തിന്റെ വാല്യൂ കുറയും. ഭൂമിയുടെ കേന്ദ്രത്തിൽ എന്താണ്? ജിയുടെ വാല്യൂ, ഭൂഗുരുത്വാകർഷണത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് 0 ആകും. ഭൂഗുരുത്വാകർഷണത്തിന്റെ മൂല്യം 0 കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറയുന്ന W, ഭാരത്തിന്റെ മൂല്യം 0 ആകും. കാരണം എന്താണ്? W is equal to a mass into gravity ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? അവിടെ എന്ത് സംഭവിക്കും? ഭാരത്തിന്റെ മൂല്യം 0 ആയിരിക്കും. പക്ഷേ എന്താണ്? മാസ് ഒരിക്കലും 0 ആയിരിക്കത്തില്ല. ഭൂമിയുടെ കേന്ദ്രത്തിൽ മാസ് ഒരിക്കലും 0 ആയിരിക്കത്തില്ല. ഭൂമിയുടെ കേന്ദ്രത്തിൽ മാസിന് എന്ത് മൂല്യമാണോ ഉള്ളത് അത് തന്നെയായിരിക്കും ഭൂമിയുടെ ഉപരിതലത്തിലുള്ളത്. ഭൂമിയുടെ ഉപരിതലത്തിൽ മാസിന് എന്ത് മൂല്യമാണോ ഉള്ളത് അത് തന്നെയായിരിക്കും ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉയരത്തിലും ഉണ്ടാകുന്നത്. ഭൂമിയുടെ ഉയരത്തിൽ ഇത്ര കിലോമീറ്റർ ഉയരത്തിൽ ഇതാണ് മാസിന്റെ മൂല്യമെങ്കിൽ അത് തന്നെ ആയിരിക്കും ചന്ദ്രനിലും മാസിന്റെ മൂല്യം. മാസിന്റെ മൂല്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ഥിര സംഖ്യയായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഭാരമാണ്. ഇനി അടുത്തത്, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരവും ആ ദർപ്പണത്തിന്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അറിയേണ്ടത് ഫോക്കസ് ദൂരം ഇസ് ഈക്വൽ ടു എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ ബൈ 2 ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ ബൈ 2 ആണ്. ഇതിൻ്റെ
ഗണിത സമവാക്യം ഇപ്പം നമ്മൾ കണ്ടു. അതുപോലെ എന്താണ്, ഗണിത പ്രശ്നങ്ങൾ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കുന്ന ഏരിയയാണ് ഈ പറയുന്നത് F=R/2 അല്ലെങ്കിൽ 2F=R എന്ന് പറയുന്നത്. 2F=R എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തൊരു ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ്. താപനിലയുടെ യൂണിറ്റായ കെൽവിൻ പൂർണ്ണമായും എഴുതുമ്പോൾ പാലിക്കേണ്ട ശരിയായ രീതി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. വളരെ നല്ലൊരു ചോദ്യമാണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കാരണം നമ്മൾ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ് സ്മോൾ ലെറ്റേഴ്സ് ആണ്. കംപ്ലീറ്റ് സ്മോൾ ലെറ്റേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഒറ്റ സിമ്പൽ പ്രതീകം മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ്, നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ 273K എന്നെടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററും 273 കെൽവിൻ എന്ന് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് സ്മോൾ ലെറ്റേഴ്സുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് യൂണിറ്റ് എഴുതുമ്പം. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. പദാർത്ഥങ്ങളുടെ ദ്വൈത സ്വഭാവം, ഡുവൽ നേച്ചർ ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡി ബ്രോഗ്ലി ആണ് ഡുവൽ നേച്ചർ ഓഫ് പാർട്ടികളുടെ ഡുവൽ നേച്ചർ ആദ്യമായിട്ട് നിർദ്ദേശിച്ചത്. അടുത്ത ചോദ്യം കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിൽ ഒരു ചോദ്യം, വുഡ് സ്പിരിറ്റ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഓർഗാനിക് കെമിസ്ട്രിയാണ്. സിമ്പിളാണ്. എന്താണ് ഇതൊക്കെ നമ്മൾക്ക് ഒറ്റ വായനയിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. മെഥനോളാണ്. നമുക്ക് ഇതിനകത്ത് കൂടുതൽ ആശയം പഠിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ എന്താണ്, ഫാക്റ്റുകളാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെഥനോളാണ്. ഇനി അടുത്ത ചോദ്യം, ഇത് ആശയം പഠിക്കേണ്ട ചോദ്യമാണ്. 4 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച് 500 മില്ലി ലായനി നിർമ്മിച്ചാൽ അതിൻ്റെ മൊളാരിറ്റി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊളാരിറ്റി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മൊളാരിറ്റിയുടെ ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ. ഇതാണ് മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മൊളാരിറ്റിയുടെ ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഗിവൻ മാസ്, ഇവിടെ തന്നിരിക്കുന്നത് ഗിവൻ മാസ് ആണ്. ഗിവൻ മാസ് ഉണ്ട്. അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡിന് ഒരു മോളാർ മാസ് ഉണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 40 ഗ്രാം ആണ്. അപ്പം നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൻ മാസ്, തന്നിരിക്കുന്ന മാസ് ഗിവൻ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെത് 40 ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെത് 56 ആണ്. അപ്പം ഇവിടെ നമുക്ക് എത്രയാണ്? 4 എത്ര വന്നു? 40 വന്നു. 4/40 വന്നു. 4/40 എന്നുള്ളത് എത്രയാണ്? 4/40 എന്നുള്ളത് 0.1 ആണ്. 0.1 ആണ് 4/40 എന്നുള്ളത്. ഇനി എത്രയാണ് ഇവിടുത്തെ ലിറ്റർ എന്ന് പറയുന്നത്? ഇവിടുത്തെ 1/2 ലിറ്റർ ആണ്. 500 മില്ലി ലിറ്റർ ആണ്. അപ്പം 1/2 ലിറ്റർ ആണ്. അപ്പം 500 മില്ലി ലിറ്ററിന് നമ്മൾ എന്ത് ചെയ്യണം? 1/2 ലിറ്റർ ആയിട്ട് കണക്കാക്കണം. അപ്പം 1/2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അപ്പം ഈസ് ഈക്വൽ ടു എത്ര വന്നു? 0.1 ഡിവൈഡഡ് ബൈ 0.5. 500 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1/2 ലിറ്റർ ആണ്. അതുകൊണ്ട് നമ്മളത് 0.5 ആയിട്ട് എടുത്തു. 500 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 0.5 ആണ്. വോളിയം ഇൻ നമ്പർ ഓഫ് മോൾസ് ഇപ്പോൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് വോളിയം ഇൻ ലിറ്റർ ആണ് ചെയ്യുന്നത്. അപ്പം 0.1 ഡിവൈഡഡ് ബൈ 0.5 എന്നുള്ളത് 0.2 ആണ്. 0.2 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം,
താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സംക്രമണ മൂലകങ്ങളുടെ സവിശേഷതയല്ലാത്തത് ഏത്? എല്ലാ മൂലകങ്ങളും ലോഹങ്ങളാണ് അല്ലേ? സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ്സ് എല്ലാം ലോഹങ്ങളാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു, അതും ശരിയാണ്. സ്ഥിരമായ ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു, എന്താണ്? ഇത് തെറ്റാണ്. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥയാണ് സംക്രമണ മൂലകങ്ങൾ കാണിക്കുന്നത്. മൂലകങ്ങളും സംയുക്തങ്ങളും ഉൽപ്രേരകങ്ങളായി ഉപയോഗിക്കുന്നു. അപ്പം ഒന്നാമത്തതും രണ്ടാമത്തതും നാലാമത്തതും സംക്രമണ മൂലകങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സ്ഥിരമായ ഓക്സീകരണാവസ്ഥ എന്നുള്ളത് തെറ്റാണ്. എന്താണ് അവിടെ? എന്താണ്? വ്യത്യസ്തമായ ഓക്സീകരണാവസ്ഥ. വ്യത്യസ്തമായ ഓക്സീകരണാവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ആൻസർ വരിക എന്താണ്? 3 മൂന്നാമത്തത് തെറ്റും ബാക്കിയെല്ലാം ശരിയുമാണ്. മൂന്നാമത്തത് ശരിയാകണമെങ്കിൽ സ്ഥിരമായ ഓക്സീകരണാവസ്ഥയ്ക്ക് പകരം എന്താണ്? വ്യത്യസ്തമായ ഓക്സീകരണാവസ്ഥ അവിടെ നമുക്ക് വേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഫിസിക്സിൻ്റെ ചോദ്യങ്ങൾ, ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും എല്ലാം ചോദ്യങ്ങൾ വരുന്നത്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ എങ്ങനെയാണ് ലൈവ് ക്ലാസ്സുകൾ മുമ്പോട്ട് പോകുന്നത് എന്നതിൻ്റെ ഒരു രൂപമാണ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്. അപ്പം നമ്മുടെ VFAയുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, VFAയുടെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ് ടൈം LDCയുടെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളുടെ ഈ കാണുന്ന 8590202323 എന്ന് പറയുന്ന കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. CC ഓണം, നല്ലോണം പഠിച്ചോണം.